ഇനിയിപ്പോൾ മധ്യ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഏതൊക്കെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് ബാക്കിയുണ്ട്? ഇന്നിപ്പോൾ ആലപ്പുഴയിലും മറ്റിടങ്ങളിലുമൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു പത്രിക സമർപ്പണ ചടങ്ങ്? മുജ്തബ. മുമ്പാണ് ഹൈബി ഈഡൻ ജില്ലാ കളക്ടറേറ്റിലെത്തി കളക്ടർക്ക് പത്രിക സമർപ്പിച്ചത്. ഇന്ന് രാവിലെ പിതാവിന്റെയും മാതാവിന്റെയും കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലെത്തിയത്. മുതിർന്ന നേതാക്കളായ DCC പ്രസിഡന്റ് ഷിയാസ്, കെ ബാബു MLA, അതോടൊപ്പം തന്നെ മറ്റു UDF നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടർ കൂടിയായ NSK ഉമേഷിന് പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എറണാകുളം മണ്ഡലം ഇതുവരെ UDF കൈവിട്ടിട്ടില്ല. മാത്രമല്ല, ഒരു സിറ്റിംഗ് MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ തന്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും എന്നുള്ളതിലുള്ള ആത്മവിശ്വാസം, വലിയ ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പത്രികാ സമർപ്പണത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലങ്ങളിലെ 2020 സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിക്കുകയാണ്. ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചാർലി പോൾ, അതോടൊപ്പം തന്നെ എറണാകുളം മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡി എന്നിവരും കൂടി ഇന്ന് എറണാകുളം കളക്ടറേറ്റിൽ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ശരി, മുജ്തബയാണ് കൊച്ചിയിലെയും മധ്യ കേരളത്തിലെയും വിവരങ്ങൾ നൽകിയത്. ബെൻസൺ ബാബുവിലേക്ക് വരാം. ബെൻസൺ നേരത്തെ വടകരയിലായിരുന്നു. വലിയ റോഡ് ഷോയുടെ അകമ്പടിയോടുകൂടി ഷാഫി എത്തി പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുണ്ടോ? ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വലിയ ജനാവലിയുടെ അകമ്പടിയോട് കൂടി തന്നെ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോയുടെ അകമ്പടിയോട് കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഷാഫി പറമ്പിലിനെ അനുഗമിച്ചുകൊണ്ട് KK രമ MLA, അതുപോലെ തന്നെ അച്ചു ഉമ്മൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായും സ്ത്രീജനങ്ങളുടെ വനിതാ പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പിക്കാൻ ഈ ഒരു റോഡ് ഷോ കൊണ്ട് സാധിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 1000-ലധികം വരുന്ന വനിതാ പ്രവർത്തകർ, വനിതാ ലീഗിൻ്റെ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ, UDF വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള വനിതാ പ്രവർത്തകർ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ഈ ഒരു ജാഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് വടകര RD ഓഫീസിൽ എത്തിച്ചേർന്ന 3 സെറ്റ് നാമനിർദ്ദേശ പത്രിക ഷാഫി പറമ്പിൽ നൽകിയിട്ടുള്ളത്. ഷാഫി പറമ്പിലിനോടൊപ്പം അച്ചുമ്മൻ, അതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, പാറക്കൽ അബ്ദുള്ള, അതുപോലെ തന്നെ മറ്റ് നേതാക്കളടക്കമുള്ള ആളുകൾ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടകര മണ്ഡലത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കും. KK ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരത്തിൽ KK ശൈലജയ്ക്ക് വലിയ രീതിയിലുള്ള സ്ത്രീജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് എത്രത്തോളം, അതിൽ നിന്നും എത്രത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് ഷാഫി പറമ്പിൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു മുന്നോക്കം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ടൊരു റോഡ് ഷോ അല്പസമയം മുമ്പ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ നേതാക്കൾക്കാർക്കും തന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ഈ ഒരു റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു.